So, bro, let me ask you something. Do you think doing more cardio is gonna make you lose fat? Honestly, I don't think so. Not really. It helps you to lose weight. But what I strongly believe that is that doing cardio makes you, improve your endurance and keeps you active and it makes you sweat. I think that's it. So, as a beginner, do you still think that doing more cardio is gonna help you with your fat loss? See, that is the mistake most of the people does. So, if you want to lose your fat and if you want to gain more muscles, you have to be in a calorie deficit. You have to maintain a protein intake and you have to do the weight training. So, spending more time in the cardio is not gonna help you with the fat loss. So, don't make this mistake. And if you still don't know how to be in a calorie deficit, just follow me. സോ ഐ ആം ബാക്ക് ആഫ്റ്റർ മൈ വർക്കൗട്ട്. ഞാനിപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ കുക്ക് ചെയ്യാൻ അമ്മ ഇവിടെ ഇല്ല. സോ ഞാൻ തന്നെയാണ് കുക്കിംഗ്. സോ ലെറ്റ്സ് മേക്ക് ഡിന്നർ. സോ ഉച്ചയ്ക്ക് ഞാൻ വച്ച ചോറ് ഇവിടെ ഉണ്ട്. ലെറ്റ്സ് മേക്ക് സംതിങ് പ്രോട്ടീൻ. ഇതാണ് ചെയ്യാൻ പോകുന്നത്. 3 eggs. ഇത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഒരു എഗ് ഫ്രൈഡ് റൈസ് കണക്ക് നമ്മൾ ചെയ്യാൻ പോവാണ്. സോ ഓൾറെഡി ചിക്കൻ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഫ്രഷ് ആക്കാൻ വേണ്ടി ചോറ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് കണക്ക് ഉണ്ടാക്കാൻ പോവാണ്. സോ ഞാൻ 3 whole eggs ആണ് എടുക്കുന്നത്. ചില ആൾക്കാർ പറയും മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പാടില്ല, യോക്ക് ഭയങ്കര ഫാറ്റാണ്, കൊളസ്ട്രോൾ ഉണ്ടാവും. സി ഓക്കെ, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിക്കോട്ടെ. ഇനി ആ കൊളസ്ട്രോൾ കാരണം ഞാൻ ചത്തു പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താ ഞാൻ പറയേണ്ടത്? ബിക്കോസ് ഹോൾ എഗ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഗ് വൈറ്റ് പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ എഗ് യോക്ക് വിൽ ഗിവ് യു ദ ഫാറ്റ്, ഗുഡ് ഫാറ്റ് ആൻഡ് ദ വൈറ്റമിൻസ് വിച്ച് യു നീഡ്. സോ അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, വി ആർ നോട്ട് ഈറ്റിംഗ് ലൈക്ക് 10 to 15 whole eggs. വി ആർ ജസ്റ്റ് ഈറ്റിംഗ് ലൈക്ക് 2 to 3, മാക്സിമം 5 eggs, whole eggs. ഓക്കെ, സോ അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ കളയണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ദേ ഇത് ഇവിടുത്തെ തണുപ്പ് കാരണം കോക്കനട്ട് ഓയിൽ ഫ്രീസ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ആൻഡ് ഒലിവ് ഓയിലും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഈ നോൺ സ്റ്റിക്ക് പാനിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒഴിക്കുക. ഓക്കെ, നൗ ലെറ്റ്സ് മേക്ക് ദ സ്ക്രാമ്പിൾഡ് എഗ്സ്. മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഉപ്പ്, കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പർ. ഇപ്പം ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് പെപ്പർ നല്ലതാണ്. പിന്നെ ഇത് ഞാൻ ഉച്ചയ്ക്ക് ഓൾറെഡി വെച്ചേക്കുന്ന ചോറാണ്. അങ്ങനെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി പോയി ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഇത് കഴിക്കാം. സോ ദാറ്റ് ഈസ് മൈ ഡിന്നർ. സോ പോസ്റ്റ് വർക്കൗട്ടായിട്ട് പ്രോട്ടീൻ എടുക്കാം. പ്രോട്ടീൻ 2 എൻ്റെ കയ്യിലുണ്ട്. ഇത് നോർമൽ, ഇത് ഐസൊലേറ്റ്. സോ എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു കോഫി ഫ്ലേവറാണ്. എനിക്ക് കോഫി ഫ്ലേവറിന് എനിക്ക് നല്ല ഇഷ്ടമാണ്. സോ അതുകൊണ്ട് കോഫി ഫ്ലേവർ പ്രോട്ടീൻ ഒരു സ്കൂപ്പ്. ഓക്കെ, അപ്പോൾ ഇനി തൊട്ട് കുക്കിംഗ് ഒക്കെ ഞാൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ ഡയറ്റ് എനിക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും തോന്നുന്നു. അമ്മയുടെ ഫുഡ് ഓബിയസ്ലി ഞാൻ മിസ് ചെയ്യും. അമ്മ ഇത് കാണുമ്പോൾ ചിരിക്കുമായിരിക്കും. ഓബിയസ്ലി അമ്മയുടെ ഫുഡ് ഞാൻ മിസ് ചെയ്യും. ബട്ട് ഇനി തൊട്ട് നമുക്ക് ഫുഡ് കുറച്ചുകൂടി റെഗുലേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് ട്രാക്കൊക്കെ ചെയ്ത് ഒരു ചെറിയ കട്ടിങ് സീരീസ് കണക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുസലിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് ഫുഡിൻ്റെ വീഡിയോസ് ഞാൻ വ്ളോഗ്സ് ആയിട്ട് യൂട്യൂബിൽ ഇടാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇത് എൻ്റെ ഡയറ്റാണ്. എൻ്റെ ഡയറ്റ് ഏതാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് വരുമെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് എവറി വൺസ് ബോഡി നീഡ്സ് ഡിഫറെൻറ്റ് മാക്രോസ്. സോ അതുകൊണ്ട് നിങ്ങളുടെ മാക്രോസ് എന്താ നിങ്ങൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞുതരാം.
സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, കാരണം യൂട്യൂബിൽ ഇപ്പം ലോങ് കണ്ടന്റ് വീഡിയോസ് ഒന്നും ആൾക്കാർക്ക് കാണാൻ താല്പര്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഷോർട്ട് കണ്ടന്റ് വീഡിയോസ് ആണ് താല്പര്യം. സോ എന്തായാലും വർക്കൗട്ട് കഴിഞ്ഞു, പോസ്റ്റ് വർക്കൗട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നാൽ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം. എന്തായാലും ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് കഴിക്കട്ടെ. ബൈ.